നമസ്കാരം. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. ജ്യോതിഷ കൈരളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിൽ നിന്ന് കിട്ടുന്ന എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ അനുഗ്രഹങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുകയും നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതിന് എത്രത്തോളം ഈശ്വരൻ്റെ പേരിൽ, പ്രപഞ്ചത്തിൻ്റെ പേരിൽ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് നന്ദിയുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾ തരുന്ന ഈ പ്രോത്സാഹനമാണ് വീണ്ടും വീഡിയോ ചെയ്യാൻ എനിക്ക് കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് രാഹുകേതു മാറി, വ്യാഴം മാറി. അപ്പോൾ ഈ മാറ്റങ്ങൾ ഇനി അടുത്ത ഒരു വർഷം, പ്രത്യേകിച്ച് ഇപ്പോഴാണ് ഈ വർഷം ഒരു പ്രത്യേകത ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർച്ച് ഇനിപ്പുറം മാർച്ച്, ഏപ്രിൽ, മെയ് കൊണ്ട് നമുക്ക് വലിയൊരു മാറ്റം വന്നെന്ന് പറഞ്ഞാൽ ശനി മാറി, രാഹുകേതു മാറി, വ്യാഴം മാറി. ഈ പ്രധാനപ്പെട്ട 4 ഗ്രഹങ്ങൾ സ്ഥിരമായി വളരെ കാലം നിൽക്കുന്ന, അതായത് 2-2.25 വർഷം നിൽക്കുന്ന നമ്മുടെ ശനി മാറി. അതുപോലെ തന്നെ നമ്മുടെ രാഹുകേതുക്കൾ മാറി. 1.5 വർഷം നിൽക്കുന്ന രാഹുകേതുക്കൾ, 1 വർഷം നിൽക്കുന്ന വ്യാഴം, ഇതെല്ലാം അടുത്ത് തന്നെ മാറി. അപ്പോൾ ഇനി അടുത്ത ഒരു, മുൻപൊക്കെ അങ്ങനെ അല്ല. മുമ്പ് നമുക്ക് ഈ രാഹുകേതുക്കെ മാറിയാൽ വീണ്ടും ഒരു ഗ്യാപ്പ് കിട്ടും അടുത്ത മാറ്റത്തിന്. ഇപ്പം അങ്ങനെയല്ല. ഇത് 3 ഒരുമിച്ച് മാറിയോണ്ടുള്ളൊരു ഗുണം, അടുത്ത് വരുന്ന ഏകദേശം ഒരു 1-1.5 വർഷം നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും അധികം ഈ 4 ഗ്രഹങ്ങളും, എപ്പോഴും നമ്മുടെ ജീവിതത്തെ ഏറ്റവും അധികം ഗുണദോഷ സമ്മിശ്രമായിട്ട് നമ്മളെ സ്വാധീനിക്കുന്ന ഈ 4 ഗ്രഹങ്ങളാണ്. അപ്പോൾ അവരുടെ മാറ്റം നമുക്ക് വളരെ ഗൗരവമായിട്ട് എടുത്താലേ നമ്മുടെ ഇനി വരുന്ന ഒരു വർഷം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. 1-1.5 വർഷം പ്ലാൻ ചെയ്ത് ഇതുവരെയുള്ള കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്, മിഥുനക്കൂറിൻ്റെ ഫലം പറയുമ്പോൾ സ്ഥിരമായി കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ച്, മിഥുനക്കൂറെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം മകയിരത്തിൻ്റെ അവസാന 2 പാദം, അതായത് 3ഉം 4ഉം, തിരുവാതിര, അത് കഴിഞ്ഞിട്ട് പുണർദത്തിൻ്റെ മുക്കാല്, ഇത്രയും നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോഴുള്ള മാറ്റം അതൊരു വലിയ മാറ്റമാണ്. കാരണം നിങ്ങൾക്ക് വളരെ ഇനി അങ്ങോട്ട് വളരെ കഷ്ടകാലം കടന്നു പോയ അവിടെ നിന്ന് നമ്മൾ അടുത്ത ഒരു സ്റ്റേജിലേക്ക് കടക്കുമ്പം നിങ്ങളുടെ കർമ്മസ്ഥാനത്തേക്ക്, അതായത് 10ലേക്കാണ് ശനി മാറിയത്. ശനി കർമ്മകാരകൻ കൂടി ആയതുകൊണ്ട് 10ൽ വലിയ ദോഷം ചെയ്യില്ല. കണ്ടകശനി എന്നൊക്കെ പറയുമെങ്കിലും അത് നമ്മളെ കർമ്മം, അതായത് നമ്മളെ പ്രവൃത്തി മോശമായാലേ അത് ദോഷം ചെയ്യുള്ളൂ. നമ്മളെ കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ, അതായത് ശനി എന്ന് പറയുന്നത് ഈശ്വരനാണ്. ഗ്രഹങ്ങളിൽ ഈശ്വര പദവിയുള്ള ശനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ശനീശ്വരൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റിംഗ് ഏജൻ്റാണ്. നമ്മുടെ പ്രവർത്തികളിൽ വരുന്ന ദോഷങ്ങൾ, നമ്മളെ ദുർവാസനകൾ, ദുശീലങ്ങൾ, നമ്മളെ ദുഷിച്ച കൂട്ടുകെട്ട്, ഇതെല്ലാം മാറ്റി നമ്മളെ ശുദ്ധീകരിക്കുന്നൊരു ഗ്രഹമാണ് ശനീശ്വരൻ. അപ്പം ശനി നമ്മുടെ 10ൽ കർമ്മസ്ഥാനത്ത് വരുമ്പോൾ ശനി നമുക്ക് നമ്മുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കും. അപ്പം നമ്മൾ ധാർമ്മിക വഴിയിലും നേരായ വഴിയിലും നമ്മുടെ എന്താ പറയുക, ദുർവഴികൾ ഒഴിവാക്കി ശീലിക്കുന്ന ഒരാൾക്ക്, പ്രത്യേകിച്ച് ശനിയുടെ മാറ്റമൊക്കെ വരുമ്പോൾ സാധാരണ പറയാറുണ്ട് അസമയത്തുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന്. എന്ന് പറഞ്ഞ പോലെ അസമയത്തുള്ള യാത്രകൾ, അതായത് അവിഹിതമായ പ്രവർത്തനങ്ങളെല്ലാം ഒഴിവാക്കുക, എങ്കിൽ നമുക്ക് ദോഷം വരില്ല. ഒപ്പം തന്നെ കർമ്മകാരകം കൂടി ആയതുകൊണ്ട് 10ൽ ശനി വരുമ്പം ജോലി ഇല്ലാതിരുന്നവർ, ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർ, നല്ല പ്രമോഷൻ ആഗ്രഹിക്കുന്നവർ, നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ജോലിയിൽ നല്ല ഗുണകരമായ മാറ്റം ശനി ഉണ്ടാക്കി തരും. ഒപ്പം തന്നെ നമ്മുടെ ജോലിയിൽ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ 10ൽ കർമ്മസ്ഥാനത്ത് വരുമ്പം മേലധികാരികളിൽ നിന്ന് താക്കീതും വാങ്ങിത്തരും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇപ്പോൾ ബിസിനസ്സിലാണെങ്കിലും ശരി, 10ൽ ശനി വരുമ്പോൾ ബിസിനസ് മെച്ചപ്പെടുകയുള്ളൂ, ദോഷം ചെയ്യില്ല. പക്ഷേ അവിടെ നമ്മൾ ആ ബിസിനസ്സിനകത്ത് മാൽ പ്രാക്ടീസിലേക്ക് പോകരുത്. അതുപോലെ ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർ മാൽ പ്രാക്ടീസിൽ പോയാൽ തീർച്ചയായിട്ടും നമുക്കെതിരെ കേസും വഴക്കും വരാൻ പറ്റുന്നൊരു സമയമാണ് 10ൽ ശനിയുള്ള സമയം. എന്നാൽ നേരായ മാർഗത്തിൽ ജോലി ചെയ്തു പോകുന്നവർക്ക് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന സമയമാണ്. നിങ്ങൾക്ക് പ്രൊമോഷനും ഗുണവും ഒക്കെ വരും.
ഇനി അടുത്തത് ശനിയെപ്പോലെ തന്നെ വ്യാഴം മാറിയിട്ടുണ്ട്. വ്യാഴം 12 നഷ്ടസ്ഥാനത്തായിരുന്നു. അതായത് നമുക്ക് കടം ബാധ്യത ഉണ്ടായിരുന്ന ധനം പലർക്കും നമ്മൾ സഹായിച്ചും മറ്റും നമ്മളെ നഷ്ടപ്പെട്ട ഒരു കാലമായിരുന്നു. അത് മാറി ജന്മത്തിലേക്ക് വന്നു. ജന്മത്തിൽ വരുമ്പോൾ വ്യാഴം നമ്മളെ ഒന്നുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യും. അതായത് ശാരീരികമായിട്ടും നമ്മളെ മറ്റ് കാര്യങ്ങളൊക്കെ ഒരു സപ്പോർട്ട് തരും. അതേസമയം നമുക്ക് നിലവിലുള്ള നമ്മളെ അധ്വാനം കൊണ്ടും ഒക്കെ ചെറുതായിട്ട് കയറി വരാനുള്ളൊരു അവസരമേ വരുള്ളൂ. വലിയ ഭാഗ്യങ്ങളൊന്നും വരില്ല. നമുക്ക് കുറച്ചുകൂടെ ഗുണം വരണമെങ്കിൽ വ്യാഴം അടുത്ത സ്ഥാനത്തേക്ക്, അതായത് 2ലേക്ക് മാറി വരണം. അപ്പം വ്യാഴം 2ലേക്ക് മാറുന്നവരെ ഇപ്പം വ്യാഴം 12 നിന്ന് അത്ര കഷ്ടത വരുത്തില്ല. കടങ്ങളൊക്കെ ക്രമേണ മാറ്റി എടുക്കാനും നമ്മൾ ഈ കടക്കാരോടൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ അവർ കേട്ട് കുറച്ചുകൂടെ സാവകാശം കിട്ടാനും ഒരു ലോണിന് അപ്ലൈ ചെയ്താൽ ആ ലോണിന് ഗുണകരമായി വരാനും ഒക്കെ പറ്റുന്ന സമയമാണെന്നർത്ഥം. ഇനി നമ്മളിപ്പോൾ അതിൻ്റെ കൂടെ മാറിയവരാണ് രാഹുകേതുക്കൾ. അപ്പോൾ രാഹുകേതുക്കളെ സംബന്ധിച്ച് പറയുമ്പം ഇതിനകത്ത് അതിലൊരു ആശ്വാസം ഉണ്ട് എന്ന് പറയുന്നത്, നമ്മുടെ സർപ്പൻ കണ്ടകസ്ഥാനത്തുനിന്ന് 9 മാറി, ഭാഗ്യസ്ഥാനത്തോട്ട് മാറി. ഭാഗ്യസ്ഥാനത്ത് സർപ്പൻ നല്ലതാണ്. കാരണം അപ്രതീക്ഷിതമായി ചെറിയ ചെറിയ ഭാഗ്യങ്ങളോ അനുഗ്രഹങ്ങളൊക്കെ തരും. വിദേശ യാത്രയ്ക്ക് സൗകര്യം ഉണ്ടാകും. ഉപരിപഠനത്തിന് പറ്റും. പുതിയ പുതിയ പഠനങ്ങൾ നമുക്ക് പറ്റും. വിവാഹം, പ്രണയം, നമ്മൾ അകന്നിരുന്ന സുഹൃത്തുക്കളുമായിട്ടുള്ള അടുപ്പം, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന, ഇഷ്ടപ്പെട്ടിരുന്ന അതായത് സ്കൂളിലോ കോളേജിലൊക്കെ ഉണ്ടായിരുന്ന കൂടെ പഠിച്ച ആൾക്കാരെ വീണ്ടും കണ്ടുമുട്ടാനും അവരുമായിട്ടൊക്കെ ഒരു സൗഹൃദം വീണ്ടും പുതുക്കാനും അതിലൂടെ മനസ്സന്തോഷം വരാനും ഒക്കെയുള്ള സമയം വരും. പുതിയ പുതിയ സൗഹൃദങ്ങൾ തേടി വരും. ഇതിനൊക്കെ ആ സർപ്പൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ കേതുവും നമുക്ക് ഒരു ആശ്വാസം ഇപ്പം തരുന്നത് കണ്ടകസ്ഥാനത്ത് നിന്ന് 3 മാറി. അപ്പം നമ്മളെ ഇപ്പം നിലവിലുള്ള ദോഷം കുറച്ചൊന്ന് മാറിയിട്ട് നമ്മുടെ ശത്രുക്കളെല്ലാം അകന്ന് പോവുക, അങ്ങനെയുള്ളൊരു ശത്രുക്കളിൽ നിന്നുള്ള രക്ഷ, അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഭീഷണിയോ നമുക്ക് എന്തെങ്കിലും ഭയപ്പാടോ ഉണ്ടെങ്കിൽ അതൊക്കെ അകന്ന് പോകും. നമ്മൾ കുറച്ചുകൂടെ വൃത്തി ശുദ്ധമാവും. പക്ഷേ അതുകൊണ്ട് വേറൊരു നമ്മളെ ഏറ്റവും അടുത്ത് സ്നേഹിക്കുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ അതുപോലെ തന്നെ നമ്മൾ ആത്മാർത്ഥ പിന്നെ കുറച്ചുകൂടെ പറഞ്ഞാൽ പ്രണയമോ ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മളെ ചെറിയ ചെറിയ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ടോ അവർ നമ്മളെ ചെറിയ അകൽച്ച പാലിക്കാനും അത് തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ 3 നിൽക്കുമ്പോൾ നമ്മളെ ബന്ധുക്കളെയും അങ്ങനെയുള്ളവരെയും നമ്മളായിട്ട് പിണക്കരുത്. നിലവിൽ അവർ പിണങ്ങില്ല, അവരെല്ലാം അടുക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ സർപ്പൻ കൊണ്ട് അടുപ്പിക്കും ഞാൻ പറഞ്ഞു. പക്ഷേ ഈ കേതു അകറ്റാനുള്ള കാരണം നമുക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരെ മുറിച്ച് മാറ്റരുത്. അതായത് ഈ സമയത്ത് നമ്മൾ അത്തരം വേണ്ടപ്പെട്ട ആത്മാർത്ഥ സുഹൃത്തുക്കളുമായിട്ടൊക്കെ നമ്മളൊരു വാശിയോ വൈരാഗ്യത്തോടെ ആ ബന്ധം മുറിച്ചാൽ അത് പിന്നീട് നമുക്ക് ഒരുപാട് വിഷമിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം ഒരു ഊർജവും പിന്നെ നമുക്ക് വേണ്ട ചില സപ്പോർട്ടുകളും ഒക്കെ വരുന്ന സമയമായതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തണം. അതായത് ഇപ്പം നാളത്തേക്ക് വേണ്ടി നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയെങ്കിലും ചെയ്യണത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കുറേ കാലമായി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കിട്ടേണ്ടിയിരുന്ന കുറച്ച് ധനം വന്നു, അതെവിടെയെങ്കിലും സ്ഥിര നിക്ഷേപത്തിലേക്ക് മാറ്റുക, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അത് നാളത്തേക്ക് ഗുണം വരും. എന്തായാലും പൊതുവിൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അത്ര വലിയ നല്ല സമയമല്ല എന്നാൽ മോശമല്ല. കഴിഞ്ഞ കാലങ്ങളിലെ കഷ്ടതകളിൽ നിന്ന് ഒരു പടി കൂടെ നമ്മളൊന്ന് കയറി വരുന്ന സമയമാണ്. നിങ്ങളുടെ ജാതകാൽ ഇതിൽ വ്യാഴമോ അതുപോലെ തന്നെ ശനിയൊക്കെ നല്ല സ്ഥാനത്താണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം മെച്ചമുണ്ടാകും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ചാരവശാലുള്ള പോലെ തന്നെ ജാതകത്തിലുള്ള ആ സപ്പോർട്ട് നമ്മളെ ബിസിനസ്സിലും നമ്മുടെ കർമ്മത്തിലും ഒക്കെ പല വഴിയിൽ നമ്മളെ പദവികൾ ഉയർച്ചയൊക്കെ ഉണ്ടാക്കിത്തരും. പൊതു പ്രവർത്തകർ, അതായത് രാഷ്ട്രീയം, കലാപ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർക്കൊക്കെ പദവികളും പുതിയ ചില സ്ഥാനമാനങ്ങളും ഇതുവരെ തഴഞ്ഞ് പോയിരുന്ന നമ്മുടെ പല അവസരങ്ങളും നമ്മൾ തേടി വരികയും ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ അതിനകത്തേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. ഞാൻ ഫ്രീ ആവുന്ന കണക്കാക്കി, കാരണം നിലവിൽ എനിക്ക് കുറച്ച് അപ്പോയിൻമെൻറ്റിൻ്റെ തിരക്കുണ്ട്, എങ്കിൽ പോലും ഫ്രീ ആവുന്ന കണക്കാക്കി ഞാനത് വേണ്ടതുപോലെ നോക്കി നിങ്ങൾക്ക് മറുപടികൾ തന്നോളും. തീർച്ചയായിട്ടും നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടും
ഈ ലൈക്കും സബ്സ്ക്രൈബും ആണ് ജ്യോതിഷ കൈരളിയുടെ ആത്മവിശ്വാസവും ബലവും പുതിയ പുതിയ വീഡിയോ ചെയ്യാനുള്ള അനുഗ്രഹങ്ങളും. തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും പുതിയ തരത്തിലുള്ള അസ്ട്രോളജിക്കലി നിങ്ങളെ പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോകൾ പ്രതീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ വിടാം. ഞാനത് പരിഗണിച്ചിട്ട് അതിനനുസരിച്ചുള്ള വീഡിയോകൾ ഞാൻ തയ്യാറാക്കിയിട്ട് തരുന്നതായിരിക്കും. എല്ലാ നിങ്ങളുടെ സപ്പോർട്ടിനും നന്ദി, നമസ്കാരം.